കാശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങൾക്ക് തടയിട്ടുകൊണ്ട് സൈന്യം നടത്തുന്ന വലിയ ഓപ്പറേഷനുകളിൽ ഇനി മുൻപോട്ടധികം പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ പാകിസ്ഥാനും പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയും തൊട്ടടുത്തുള്ള പഞ്ചാബിനെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു. കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ ഒരു വലിയ കലാപത്തിന് ISIയും ഖാലിസ്ഥാൻ തീവ്രവാദ സംഘടനകളും ഒരു പ്ലാൻ നടത്തിയിരുന്നു, വലിയൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഇതിനുവേണ്ടി 2 മൊഡ്യൂളുകൾ അവർ പഞ്ചാബിൽ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അവരുടെ പക്കൽ നിന്ന് റോക്കറ്റ് ലോഞ്ചറുകളും ഗ്രനേഡുകളും തോക്കുകളും RDXകളും പിസ്റ്റളുകളും അടക്കം പോലീസും വിവിധ സേനാ വിഭാഗങ്ങളും പിടിച്ചടക്കുകയും 13 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ഒരാളാണ്. ഖാലിസ്ഥാൻ ഭീകര സംഘടനയായ ബബർ ഖൽസയാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഈ മൊഡ്യൂളുകൾ പ്രവർത്തിപ്പിച്ചത് ഫ്രാൻസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സത്നം സിംഗ് എന്ന് പറയുന്ന കൊടും ഭീകരനാണ്. ഈ ഭീകരൻ പ്ലാൻ ചെയ്ത പദ്ധതികളാണ് ISIയുടെ പിന്തുണയോടുകൂടി പഞ്ചാബിൽ നടത്താൻ തീരുമാനിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലമായി, കഴിഞ്ഞ ഒരു 1.5 മാസത്തിനിടയിൽ ബംഗാളിലടക്കം നടക്കുന്നത് അത്തരം വലിയ കലാപങ്ങളും വലിയ ആക്രമണങ്ങളുമാണ്. അതിന് തുല്യമായ രീതിയിൽ പഞ്ചാബിൽ അത്തരത്തിലൊരു നീക്കം നടത്താനായിരുന്നു ഈ പാകിസ്ഥാൻ ചാരസംഘടനയുടെ ശ്രമം. കാരണം കാശ്മീരിൽ ഇനി വലിയ രീതിയിൽ മുൻപോട്ട് പോകില്ല എന്ന തിരിച്ചറിവിലാണ് പുതിയൊരു ഇടം ഇപ്പോൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ് പാകിസ്ഥാൻ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.